Hello kutis, welcome back to Salem Learning. It's me Anurakna, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങളെ ലൈവിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തകർത്ത് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മളത് പഠിക്കുകയും ചെയ്തതാണ്. എന്നാലും എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്നത്തോടെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആംഗിൾസ് മെഷർ ചെയ്യുന്ന സമയത്ത് സർക്കിളിന് ഒരു ആംഗിൾ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു അല്ലേ. സ്ട്രെയിറ്റ് ലൈനിന് ആംഗിൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു, ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. അതുപോലെയാണ് നമ്മൾ ഒരു പോയിന്റിന് ചുറ്റിലും ആംഗിൾ ഉണ്ടോ മിസ്സേ എന്നുള്ളൊരു സംശയം നിങ്ങൾ ചോദിച്ചു അല്ലേ. അല്ലെങ്കിൽ ഒരു സർക്കിളിന് ആംഗിൾ ഉണ്ടോ, ഈ സംശയങ്ങളായിരുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നത്. അപ്പോൾ സർക്കിളിന് ഒരു ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റിൻ്റെ ചുറ്റിലും ആംഗിൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് വേണം ഇവിടെ? യെസ്, ഇവിടെ ആദ്യം ഒരു സർക്കിൾ വേണം. ഈ സർക്കിളിന് ശരിക്കും എവിടെയാണ് പോയിന്റ്? യെസ്, സർക്കിളിൻ്റെ സെൻറ്ററാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? പോയിന്റ് ആയിട്ട് എടുത്തത് അല്ലേ. അപ്പോൾ ആ പോയിന്റിൻ്റെ ചുറ്റും നമുക്ക് എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ആംഗിൾ ഉണ്ട്. അങ്ങനെയാണല്ലോ അതൊരു സർക്കിളായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ നോക്കടാ, ഞാനിവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് വരയ്ക്കുന്നുണ്ട്? ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നേരെ സ്ട്രെയിറ്റ് തന്നെയാണാവോ? അല്ലേടാ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നിങ്ങൾ അങ്ങ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പോയിന്റിൻ്റെ നേരെ സെൻറ്ററിലൂടെ അല്ലേ, ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ എന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്നാലും അത് സെൻറ്ററായിട്ട് മാറിയിട്ടില്ല അല്ലേ. ഓക്കെ, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് എന്ത്? ആ ഒരു പോയിന്റ്. ഓക്കെ, ഏകദേശം സെൻറ്ററിലാണുള്ളത്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നേരെ നമ്മൾ സർക്കിളൊക്കെ വരയ്ക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? ഒരു കോമ്പസ് ഉണ്ടായിരിക്കും. ആ കോമ്പസ് കുത്തി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് ദേ ഇവിടെ നമ്മൾ എടുത്തത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ നമ്മൾ എവിടെയാണ് ആംഗിൾ മെഷർ ചെയ്യുക? യെസ്, ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മളെ കയ്യിലുള്ള ആൾ ആരായിരുന്നു? പ്രൊട്രാക്ടർ ആയിരുന്നു അല്ലേ. അപ്പോൾ പ്രൊട്രാക്ടറെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എവിടേക്ക് കൊണ്ടുപോകും? ദേ ഈ ഒരു പോയിന്റിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ. എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ദേ നേരെ നോക്കുവാണെങ്കിൽ ഈ ഒരു സെമി സർക്കിൾ ഭാഗം അല്ലേടാ, ആ ഒരു ലൈനിൻ്റെ മൊത്തത്തിൽ സെമി സർക്കിൾ മൊത്തത്തിൽ ആകെ എത്രയാണ് ഡിഗ്രി വരുന്നത്? ആംഗിൾ എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ദേ നമ്മൾ ഈ പ്രൊട്രാക്ടർ നേരെ എടുക്കുകയാണെങ്കിൽ പ്രൊട്രാക്ടറിൻ്റെ മൊത്തത്തിലുള്ള അളവ് ആ ആംഗിളിൻ്റെ അകത്ത് മൊത്തം വരുന്നുണ്ട് അല്ലെ, ആ ലൈനിൽ മൊത്തം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സെമി സർക്കിൾ പോർഷൻ മൊത്തം ആ പ്രൊട്രാക്ടറിലുള്ള അളവുകളായിട്ട് വരുന്നുണ്ട്. പ്രൊട്രാക്ടറിൻ്റെ ആകെ അളവ് എത്രയായിരുന്നു? യെസ്, 180 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ആ സെമി സർക്കിൾ പോർഷൻ മൊത്തം 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നേരെ താഴോട്ടും ഇല്ലേ, നേരെ താഴെയും നമുക്കൊരു കുഞ്ഞ് സെമി സർക്കിൾ ഉണ്ട്. ആ പോയിന്റിന് ചുറ്റിലും വേണ്ടേ നമുക്ക് ഇല്ലേടാ? ആ പോയിന്റിന് ചുറ്റിലുമുള്ള എന്തറിയണം നമുക്ക്? മെഷർമെൻ്റ് ആണ് അറിയേണ്ടത്. അതുകൊണ്ട് ദേ മുകളിലുള്ള നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ താഴെയും എത്ര തന്നെ ഉണ്ട് ഇവിടെ? അതുപോലെ തന്നെ താഴെയും എത്ര ഉണ്ടായിരിക്കും? യെസ്, 180 ഡിഗ്രി ഉണ്ടായിരിക്കും ഇല്ലേടാ. അതുപോലെ താഴെയും മുകളിൽ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ മൊത്തം 180 ഡിഗ്രിയാണ്, താഴെയുള്ള പോർഷനും 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെൻറ്ററിലെ ഒരു പോയിന്റിന് ചുറ്റിലുമുള്ള ആംഗിൾ നമുക്ക് എത്ര പറയാം? അതിന് നമുക്ക് 180 + 180 എത്ര കിട്ടുവടാ? 360 ഡിഗ്രി ആണെന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിന് ചുറ്റിലുള്ള ആംഗിളാണ് 360 ഡിഗ്രി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ക്ലോക്കിലെ ഒരു ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലോക്കിലെ സമയമല്ലേ, നമ്മൾ സാധാരണ നമ്മൾ വാച്ച് നോക്കുന്ന സമയത്ത് ഓരോരോ സമയത്തിനും ആംഗിൾ ഉണ്ട് അല്ലേ. അതിൻ്റെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ ആ ഒരു ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതല്ലേ. സാധാരണ ഇത് വെച്ച് ഇതിൻ്റെ അതിപ്പോൾ ക്ലോക്കിലൊക്കെ നമുക്ക് ഇവിടെ പ്രൊട്രാക്ടർ കൊണ്ടുവച്ച് മെഷർ ചെയ്യണോ? വേണ്ട, നമുക്കറിയാം നമ്മളെ ക്ലോക്ക് ഏത് രീതിയിലാണ്. യെസ്, സർക്കിൾ ഷേപ്പിലുള്ള ക്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പോട്ടെ, സർക്കിളിൻ്റെ കാര്യമേ വിട്ടേക്കാം, ചിലപ്പോൾ ചതുരത്തിലുള്ളതാണെങ്കിലോ ഒക്കെ പോട്ടെ. നമ്മളുടെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡിനും ഒരു പോയിന്റിലാണ് അവിടെ എന്താക്കിയത്? ഫിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ ആ പോയിന്റിന് ചുറ്റിലുള്ള ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേടാ? ഇതിൽ എത്ര സമയമാണോ ഉള്ളത് അല്ലേ, ക്ലോക്കിൽ എത്ര സമയമാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലെ ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് മുകളിലുള്ളത് 180 ആണ്, അതുപോലെ താഴേക്കും 180 ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ 3 സമയമുണ്ട് അല്ലേ, ക്ലോക്കിൽ 3 സമയമുണ്ട്.
എനിക്ക് വേണ്ടത് ഈ ക്ലോക്കിലെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്ര എന്ന് മാത്രമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ, അക്യൂട്ട് ആംഗിൾ. ഇവിടെയും അക്യൂട്ട് ആംഗിളാണ് ഉണ്ടാക്കുന്നത്. ബട്ട് ഇവിടെയോ ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിളാണ്, വലിയ ആംഗിളാണ്. അപ്പോൾ ഈ 3 ആംഗിളും എത്ര ഡിഗ്രി വരും എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച പോയിൻ്റാണ്. ഒരു പോയിന്റിന് ചുറ്റും എത്രയാ വരുക? 360 ഡിഗ്രി അല്ലേ? ഒരു പോയിന്റിന് ചുറ്റിലുള്ള ആംഗിളാണ് 360 ഡിഗ്രി. അതിന് 12 സെക്ഷനാക്കി ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇല്ലേടാ, ഒരു ക്ലോക്കിൽ നമുക്ക് എത്ര സെക്ഷൻ ഉണ്ട്? 12 സെക്ഷൻസ് ഉണ്ട് ഇല്ലേ? 12 വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കണേ, 360 ഡിഗ്രിയെ ഞാൻ എത്ര സെക്ഷനാക്കി തിരിച്ചു? 12 സെക്ഷനാക്കി. അപ്പോൾ നോക്കടാ, അതിൽ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. വേണ്ടേ? അതിൽ ഓരോ ഭാഗവും എത്ര ഡിഗ്രി വെച്ചിട്ടാണ് സെക്ഷനാക്കി തിരിച്ചെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? 360നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇല്ലേ? ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമടാ? 30 ഡിഗ്രി എന്ന് കിട്ടും ഇല്ലേടാ? 30 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കാണുന്ന ഒരു സെക്ഷൻ എത്രയായിരിക്കും വരിക? 30 ഡിഗ്രി. അടുത്ത സെക്ഷനോ അതും 30 ഡിഗ്രി. അങ്ങനെ ഓരോ സെക്ഷനും 30 ഡിഗ്രി വെച്ചിട്ടാണ് ക്ലോക്കിലെ സമയങ്ങൾ നമ്മൾ എന്താക്കിയത്? ഡിഗ്രി വൈസ് ആയിട്ട് സെക്ഷനാക്കി മാറ്റിയത്. ഇനി നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ ഓരോ സമയത്തിൻ്റെയും ആംഗിൾ കണ്ടുപിടിച്ചൂടെ? വേഗം കിട്ടൂലേ? ഇനി നിങ്ങൾക്ക് പറയാലോ, 1 മണി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഡിഗ്രി മെഷർമെൻറ്റ് ഉണ്ടായിരിക്കുക? ഒരു മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ മെഷർമെൻറ്റ് 30 ഡിഗ്രിയാണ് ഇല്ലേടാ? 30 ഡിഗ്രിയിലാണ് 1 മണി കിടക്കുന്നത്, 30 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി എത്രയാണ്? 30 ഡിഗ്രി. ഇനി ഇവിടെ നോക്കിക്കേ, 2 മണി സമയം. 2 മണി. അപ്പോൾ നോക്കിക്കേ, ഇവിടുന്ന് ഇവിടെ വരെ 30 ഡിഗ്രി ആൻഡ് ദെൻ ഇവിടുന്ന് ഇവിടെ വരെയും 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 2 മണി എത്ര കിട്ടും നിങ്ങൾക്ക്? അവിടെ ഉണ്ടാവുന്ന ആംഗിൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആയിരിക്കും ടോട്ടലായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക അല്ലേടാ? ഈ 30 ആഡ് ചെയ്താലാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക? ഇവിടെയുള്ള ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി മെഷർമെൻറ്റ് നമുക്ക് 60 എന്ന് കിട്ടിയത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതൊരു നമ്മുടെ ഒബ്റ്റ്യൂസ് ആംഗിൾ, വലിയ ആംഗിളാണ്. അപ്പോൾ നോക്കണേ, ഇവിടുന്ന് 30 ഡിഗ്രി, വീണ്ടും 30 ഡിഗ്രി, വീണ്ടും 30 ഡിഗ്രി ആൻഡ് ദെൻ 30 ഡിഗ്രി. അപ്പം 4 തവണ 30 ഡിഗ്രി ആഡ് ചെയ്താലേ ഇവിടെയുള്ള ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി മെഷർമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് എത്ര വരും നമുക്ക്? 120 ഡിഗ്രി എന്ന് വരും. 120 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ക്ലോക്കിലെ സമയങ്ങൾ നോക്കിയിട്ടില്ലേ? ക്ലോക്കിലെ മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡിൻ്റെയും ഇടയിൽ നമുക്ക് എന്തുണ്ടടാ? അവിടെയും ആംഗിൾ മെഷർമെൻ്റ് ഉണ്ട് ഇല്ലേ? നമ്മളെ ചുറ്റിലും ഒരുപാട് കാര്യത്തിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു എക്സാമ്പിളാണിത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും കൂടെയാണ്. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, 90 ഡിഗ്രിയിൽ നമ്മൾ ഓരോന്നിനും ഓരോ മെഷർമെൻറ്റ് പറഞ്ഞല്ലോ. ഇത് 30, ഇത് 60 ആൻഡ് ദിസ് ഈസ് 120 അല്ലേ? ഇത് 120 ആണ്. ഇനി എൻ്റെ ചോദ്യം അതല്ല, 90 ഡിഗ്രി വരുന്ന മെഷർമെൻറ്റിൽ ക്ലോക്കിലെ സമയങ്ങൾ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്താ എനിക്ക് വേണ്ടത്? 90 ഡിഗ്രി വരാൻ എന്നുള്ള രീതിയിൽ ക്ലോക്കിലെ സമയങ്ങൾ ഏതായിരിക്കും? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ആൻസർ കമൻറ്റ് ബോക്സിൽ പറയുക. അതുമാത്രമല്ല, നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുമായിട്ട് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ട സെക്ഷൻ ഏതാണ്, ഇനി വേണ്ട സെക്ഷൻ ഏതാണ് എന്നുള്ളത് കൂടെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.